നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. തൃപ്രയാറിൽ നിന്നും കൊച്ചിയിലുള്ള കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്കാണ് യാത്ര. അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. കോട്ടൺ ഫാബ് 2026 എന്ന പേരിലാണ് ആ ഒരു എക്സിബിഷൻ നടക്കുന്നത്. ഞാനും ഹസ്ബൻഡും മകളും കൂടിയാണ് എക്സിബിഷന് പോയത്. അവിടെ എൻട്രൻസിൽ തന്നെ കുറേ ചെടികൾ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെയുള്ള സെറാമിക് പോട്ടുകളാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് ഈ ഒരു എക്സിബിഷനെ കുറിച്ച് കാണുകയുണ്ടായി. അതിലൊക്കെ നമുക്ക് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് കണ്ടത് ഈ സെറാമിക് സെക്ഷനാണ്. ഇവിടെയുള്ള ഭരണികൾ, പ്ലാറ്റേഴ്സ്, അതുപോലെ കപ്പുകൾ, അങ്ങനെ ഒത്തിരി ഐറ്റംസ്, നമ്മളൊന്നും കാണാത്ത തരത്തിലുള്ള ഒത്തിരി ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. പല ഡിസൈനിലുള്ള നല്ല ഭംഗിയുള്ള പോട്ടുകളാണ് എല്ലാം തന്നെ. ഓരോന്നായിട്ട് നമ്മൾ എടുത്തു നോക്കി വിലയൊക്കെ ചോദിച്ചിട്ടാണ് അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. ഈ ഒരു സ്ഥലത്ത് ഒത്തിരി സ്റ്റോളുകളുണ്ട്. ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ നിന്നായിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഭരണികൾ 2 സെറ്റ് 3 സെറ്റുള്ള ഭരണികൾ, അങ്ങനെ ഓരോ കോംബോകളായിട്ടും ഭരണികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല ഭംഗിയുള്ള ബൗളുകൾ, പ്ലാറ്റേഴ്സ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ആ സെറാമിക് സെക്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പിന്നീട് അങ്ങോട്ട് നല്ല ഭംഗിയുള്ള ബാംഗിൾസിൻ്റെ ഒരു സ്റ്റോളായിരുന്നു. പല കളറിലും പല വലുപ്പത്തിലും പല ഡിസൈനിലും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള വളകളാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒത്തിരി ഡ്രസ് മെറ്റീരിയൽസ്, സാരികൾ, ചുരിദാറുകൾ, അങ്ങനെ ഒത്തിരി സ്റ്റോളുകളുണ്ടായിരുന്നു. നമുക്ക് നടന്ന് വയ്യാതെയാവും. ഇതുകൊണ്ട് മുള കൊണ്ടുള്ള പൂട്ടുകുറ്റിയാണ്, പുട്ടുണ്ടാക്കാനുള്ള മുള കൊണ്ടുണ്ടാക്കിയ കുറ്റി. പിന്നെ ഇത് കണ്ട ഒത്തിരി സ്നാക്ക് ഐറ്റംസാണ്. നമ്മൾ കാണാത്ത തരം സ്നാക്സൊക്കെ ഉണ്ട്. കുട്ടികൾക്കുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഇത് മറ്റൊരു അട്രാക്ഷനാണ്. പല തരത്തിലുള്ള അച്ചാറുകളാണത്. പല ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള അച്ചാറുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ അവർ തരും. അതിലേത് വേണമെന്ന് വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ ഇത് പലതരത്തിലുള്ള സ്നാക്സാണ്. പിന്നെ ടൂൾസ്, കിച്ചണിലേക്ക് ആവശ്യമായ ടൂൾസ് ഉണ്ട്. പിന്നെ നമ്മുടെ ശർക്കര, കരിപ്പെട്ടി എന്ന് പറയുന്ന ശർക്കര, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്കവിടെ കാണാം. സ്ക്വാഷുകൾ, അതുപോലെ സ്നാക്സ്. പിന്നെ ഡോർമാറ്റ്സ് പല തരത്തിൽ പല വലുപ്പത്തിലുള്ളതുണ്ട്. നല്ല ഭംഗിയുള്ള മാറ്റുകളാണ്. ഇത് ഒരുപാട് ഏരിയയിലാണ് ഈ ഒരു എക്സിബിഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പല സ്റ്റേറ്റിൽ നിന്നുള്ള സാധനങ്ങളാണ് നമുക്കിവിടെ ഒറ്റ ഒരു പ്ലേസിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. ഇവിടെ എൻട്രി ഫീസൊന്നുമില്ല, എൻട്രിയൊക്കെ ഫ്രീ ആണ്. ഇതൊരു ഹോം ഡെക്കോർ സ്റ്റോളാണ്. ഹോം ഡെക്കോർ ഐറ്റംസ് കിട്ടുന്ന സ്റ്റോളാണ്. നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. രാജസ്ഥാനി മോഡലുള്ള ഒത്തിരി ഐറ്റംസ് ഇവിടെ കാണാം. വോൾ ഹാങ്ങിങ് ആയിട്ടോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒത്തിരി ഐറ്റംസ് ഇവിടെ കാണാം. ടീപ്പോയ് പോലെയുള്ള ഒരു ചെറിയ ഒരു ടേബിൾ, പിന്നെ അതിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള ഐറ്റംസ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഇവിടെ കാണാം. അങ്ങനെ നമുക്കൊരു ദിവസം നടന്നാലും തീരാത്തത്ര സ്റ്റോളുകളും വെറൈറ്റി ഐറ്റംസും ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസൊക്കെയാണ്. സാരിയുടെ കാര്യം പറയുകയാണെങ്കിൽ വാരണാസി സിൽക്ക്, നല്ല ഭംഗിയുള്ള സിൽക്ക് സാരികളാണ്, നല്ല പ്രിൻ്റാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ നമ്മളവിടുന്ന് ഒരു ഐറ്റം പോലും നമ്മളവിടുന്ന് വാങ്ങിച്ചില്ല. അതിഭീകരമായ റേറ്റാണ് ഓരോ ഐറ്റത്തിനും അവിടെ. സെറാമിക് പോട്ടുകൾക്കൊക്കെ നമ്മുടെ ഇവിടെ 120-150 രൂപ വിലയുള്ള ചെറിയ ഭരണിക്കാണെങ്കിൽ പോലും അവിടെയൊക്കെ 350-400 രൂപയൊക്കെയാണ് അവിടുത്തെ വില.
അതുപോലെ നമ്മുടെ ഇവിടെ കിട്ടുന്ന, നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂരാണ്, തൃശ്ശൂർ തൃപ്രയാറാണ് എന്ന് പറഞ്ഞല്ലോ. അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ച ഒരു മാല, ഈ ഒരു എക്സിബിഷനിൽ നമ്മൾ സെയിം മാല കണ്ടത് അതിന് 750 റുപ്പീസാണ് അവർ പറയുന്നത്. അത്രയ്ക്കും ഭീകരമായ റേറ്റാണ്. ഒരു വാരണാസി സിൽക്ക് എന്ന് പറഞ്ഞ് നമ്മളൊരു സാരി കണ്ടു, അതിൻ്റെ വില 1800 രൂപ. നമ്മൾ വിചാരിച്ചു ഒരു ചെറിയൊരു വിലയ്ക്കൊരു നല്ല സിൽക്ക് സാരി, തുറന്ന് നോക്കിയപ്പോൾ അതിൽ ഡാമേജ്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസാണ് അവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പം നമ്മളവിടെ ശ്രദ്ധിച്ച് വേണം ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യാനായിട്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും വാങ്ങിച്ചില്ല. ഞങ്ങളുടെ ഒരു ദിവസം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു എന്നല്ലാതെ നമ്മളതൊക്കെ കണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോന്നു. ഓക്കേ.